ഹലോ മക്കളെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് കേട്ടോ, ഒരു ചതുരം വരയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഏരിയ 12 ആണ്. അതുപോലെ തന്നെ പെരിമീറ്റർ 14 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ പരപ്പളവ് 12 ആണ്. പിന്നെ ചുറ്റളവ് 14 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോടൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക? ആദ്യം പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ, 2 × L + B അല്ലേ? അതായത് 4 ഭാഗം കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടണം? 14 കിട്ടണം അല്ലേ? ചുറ്റളവ് എല്ലാ ഭാഗത്തുമുള്ള ആ ഒരു അളവ് കൂട്ടുന്ന സമയത്ത് നമുക്ക് 14 കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 2 അതുപോലെ എഴുതുക. L + B ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടുന്ന സമയത്താണ് ഇതിൻ്റെ പകുതി കിട്ടുക എന്നാണ് നോക്കേണ്ടത്. L + B അതിൻ്റെ ഡബിളാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ L എത്ര, B എത്രയാണ് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 14ൻ്റെ പകുതി എത്രയാണ്? 14ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? /2. അപ്പോൾ അതിൻ്റെ പകുതിയാണ് അല്ലേ? 14ൻ്റെ പകുതി എത്രയാ? 7 ആണ്. അപ്പം നമുക്ക് ഇവിടെ 2 × L + B എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് കിട്ടണം? 7 കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെ 7 കിട്ടണമെങ്കിൽ 3 + 4 ചെയ്ത് നോക്കാം അല്ലേ? 4 + 3 അല്ലേ? ലെങ്ത്ത് കൂടുതൽ 4 + 3 ചെയ്താൽ അത് തന്നെ ഏരിയയിലും കണക്കാവുന്നുണ്ടോ നോക്കണം. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 × 4 + 3 എത്രയായി? 2 × 7 14. പെരിമീറ്റർ സെയിം ആയിട്ടുണ്ട്. ഇനി ഏരിയ റെഡി ആവുമോ എന്നുള്ളത് ഇവിടെ നോക്കണം അല്ലേ? അപ്പം ഏരിയ L × B ആണ്. അപ്പോൾ L × B എന്ന് പറയുമ്പോൾ L എത്രയാ? 4 ആണ്. ബ്രെഡ്ത്ത് എത്രയാ? 3 ആണ്. അപ്പോൾ 4 × 3 എത്രയാ? 12 ആണ് അല്ലേ? ഏരിയ നമുക്കിവിടെ 12 തന്നിട്ടുണ്ട്, പെരിമീറ്റർ 14 തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും സെയിം ആയിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്കൊരു ചതുരം വരയ്ക്കേണ്ടത്. എങ്ങനെ ഉണ്ടാവും? ഇവിടേക്ക് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാവും നീളം? 4 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്രയാ? 3 സെൻറ്റിമീറ്റർ. ഇങ്ങോട്ടും 4 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്റർ അല്ലേ? ഇതുപോലെ ഉള്ളൊരു റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് വരയ്ക്കാനുണ്ടാവുക. അടുത്തത് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ തന്നെ ഏരിയ പരപ്പളവ് 15 cm² ആണ്. പെരിമീറ്റർ 16 cm² ആണ്. ഇപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അതാ ഒരു ചതുരം ഉണ്ടെങ്കിൽ ഇത് 4 ഭാഗം കൂടെ കൂട്ടുന്നതാണ് എന്ത്? ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറയുന്നതോ ഈ ഭാഗവും ഈ ഭാഗവും ഏതെങ്കിലും ഒരു ബ്രെഡ്ത്തും പിന്നെ ഒരു ലെങ്ത്തും കൂടെ ഗുണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും ഓർത്ത് വെച്ചാൽ മതി. ചുറ്റും നോക്കുന്നത് പെരിമീറ്റർ, 2 ഭാഗങ്ങൾ തമ്മിൽ ഗുണിക്കുന്നത് ഏരിയ. അത്രയും ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കണമെങ്കിൽ നമ്മൾ അളവുകൾ എങ്ങനെ കണ്ടുപിടിക്കും? പിന്നെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതി നോക്കാം അല്ലേ? 4 ഭാഗത്തുള്ള അളവുകൾ കിട്ടുമല്ലോ. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2 × L + B. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, ഈ 2 അവിടെ വെച്ചാൽ ഈ L + B എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 16 ആണോ ആവേണ്ടി? അല്ല, അതിൻ്റെ പകുതി. 16ൻ്റെ പകുതി എത്രയാ? 8 അല്ലേ? 8 ആണ്. അപ്പോൾ ഇവിടെ 8 കിട്ടണം. 8 കിട്ടുന്ന 2 നമ്പേഴ്സ് ആയിരിക്കണം. എന്നാലോ അത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 15ഉം കിട്ടണം. അതായത് ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ്? L × B അല്ലേ? L + B ചെയ്യുന്ന സമയത്ത് 8 അല്ലേ? 8 ആവണം. നീളം പ്ലസ് വീതി 8 ആവണം. നീളം ഇൻറ്റു വീതി 15 ആവണം. അപ്പോൾ ഏതായിരിക്കും? അപ്പോൾ ഇവിടെ 2 × 5 + 3 നീളം എന്ന് പറയുന്നത് 5 ആണ്. ബ്രെഡ്ത്ത് വീതി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? 8 × 2 എത്രയാ? 16 ആണ്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ ഓരോ ഭാഗത്ത് ഓരോ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ അത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഏരിയ സമം 5 + 3 എന്നുള്ളത് 5 × 3 എത്രയാ? 15. അപ്പോൾ ഇവിടെ ഏരിയ നമുക്ക് 15 അല്ലേ തന്നത്? അപ്പോൾ അത് ശരിയാണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക?
അപ്പോൾ ഈ ഓരോ ഭാഗവും നീളം 5 ആണ്, വീതി 3 ആണ്, 3 ആണ്. അപ്പം എന്ത് ചെയ്യുക, എങ്ങനെയായിരിക്കും വരയ്ക്കുക? ഇവിടെ നീളം 5, ഇവിടെയും 5, ഇവിടെ 3, ഇവിടെ 3. മക്കൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളന്ന് വേണം കേട്ടോ വരയ്ക്കാൻ. അപ്പോൾ ഈ രീതിയിൽ നീളം ഇത് രണ്ടും കൂടെ ഗുണിക്കുന്ന സമയത്ത് എത്ര കിട്ടി? 15. ഇത് 4ഉം കൂടെ കൂട്ടുന്ന സമയത്ത് 16. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ലെങ്ത് തന്നിട്ടുണ്ട്, നീളം തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ അല്ലേ, 10 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ അല്ലേ, 5 സെൻറ്റിമീറ്ററും വീതി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചുറ്റളവ് പെരിമീറ്റർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പെരിമീറ്റർ കേട്ടോ, ചുറ്റളവ് കാണാനാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ റഫായിട്ട് വേണേ ഇവിടെ ഒരു ചിത്രം വരയ്ക്കാം. എന്നിട്ട് നീളം എത്ര തന്നിട്ടുള്ളത്? 10 അല്ലേ. അപ്പോൾ 10, വീതി എത്രയാ? 5 ആണ്. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ കാണുക, ചുറ്റളവ് കാണുക എന്ന് പറയുന്ന സമയത്ത് ഇത് 4 ഭാഗം കൂടെ കൂട്ടി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഡബിളും തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്ററിന് 2 ഇൻറ്റു എത്രയാ? 5 പ്ലസ് 2 ഇൻറ്റു 10. അപ്പോൾ എത്ര കിട്ടി? 2 ഇൻറ്റു 5 എത്രയാ? 10 പ്ലസ് 2 ഇൻറ്റു 10 20. ഇപ്പോൾ 10 പ്ലസ് 20 എത്രയാ? 30 ആണ് ഇതിൻ്റെ പെരിമീറ്റർ വരുന്നത്, ചുറ്റളവ് വരുന്നത് 30 ആണ് കേട്ടോ. അതായത് 5 പ്ലസ് ഇവിടെ ഒരു 5 ഉണ്ടാവില്ലേ, പ്ലസ് 5, മുകളിലൊരു 10 പ്ലസ് താഴെ ഒരു 10. ഇത് 4ഉം കൂടെ സമയത്ത് 5ഉം 5ഉം 10, 10ഉം 10ഉം എത്ര? 20. പിന്നെ അപ്പോൾ എത്രയായി? 30 അല്ലേ. 3 10 30. ഇത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒന്നും കൂടെ നോക്കാം. ലെങ്ത്ത് നീളം 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് വീതി 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമ്മളോട് പെരിമീറ്റർ കാണാനാണ് കേട്ടോ, അതായത് ചുറ്റളവ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുക? സിമ്പിളാണ്, മനസ്സിൽ തന്നെ നമുക്ക് കാണാം അല്ലേ. ഈ 6ൻ്റെ ഡബിളും 3ൻ്റെ ഡബിളും അല്ലേ, 6ൻ്റെ ഇരട്ടിയും 3ൻ്റെ ഇരട്ടിയും തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു 6 പ്ലസ് 2 ഇൻറ്റു 3 എത്രയാ? 2 ഇൻറ്റു 6 12 ആണ്, പ്ലസ് 2 ഇൻറ്റു 3 6. അപ്പോൾ എത്രയാണ്? 18 ആണ് ആ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ. ഇതുപോലെ സിമ്പിൾ അല്ലേ, ഇതുപോലത്തെ കണക്ക് വേണ്ടല്ലോ. ഇനി നമുക്ക് ഇതേ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നെയാണ്, നീളവും വീതിയും തന്നെയാണ്. നമുക്ക് എന്ത് കാണണം? ഏരിയ കാണണം, അതായത് പരപ്പളവ് കാണണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുക? നമ്മൾ റഫായിട്ടൊരു പിക്ചർ വരയ്ക്കുക. നീളം എത്രയാണ്? ലെങ്ത്ത് 6 ആണ്, വീതി ബ്രെഡ്ത്ത് 3 ആണ്. അപ്പം നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? L ഇൻറ്റു ബി ആണ് അല്ലേ. L എന്ന് പറഞ്ഞാൽ നീളം ഗുണിക്കണം ബി പറഞ്ഞാൽ ബ്രെഡ്ത്ത്, വീതി. അപ്പം നീളം അവിടെ തന്നിട്ടുണ്ട് 6, വീതി 3 അല്ലേ, 3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 6 ഇൻറ്റു 3, 6 3 18, 18 ആണ് പരപ്പളവ്. സിമ്പിൾ അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു, ചുറ്റളവാണെങ്കിൽ ഇത് ഫുള്ള്, പരപ്പളവാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പം നമ്മൾ ഇക്വേഷൻ മറന്നു പോകരുത്. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ സമം അല്ലേ പരപ്പളവ്. ഇത് മാറിപ്പോകരുത് കേട്ടോ. പരപ്പളവ് സമം L ഇൻറ്റു ബി. ഇനി പെരിമീറ്റർ, അതായത് ചുറ്റളവ് സമം 2 ഇൻറ്റു L പ്ലസ് ബി ആട്ടോ. 2 ഇൻറ്റു L പ്ലസ് ബി ആണ് ചുറ്റളവ്. ഏരിയ എന്ന് പറയുന്നത്, അതായത് പരപ്പളവ് എന്ന് പറയുന്നത് L ഇൻറ്റു ബി. ഒരു ഭാഗത്തെ നീളവും വീതിയും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ. മനസ്സിലായോ? ഇനി അതേപോലെ ലെങ്ത്ത് 6ഉം ബ്രെഡ്ത്ത് 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പം 12 അല്ലേ, 12 ആണ് നമുക്കവിടെ പെരിമീറ്റർ ഏരിയ വരുന്നത് കേട്ടോ, പരപ്പളവ് വരുന്നത്. ഇനി നമുക്ക് ഏരിയ കുറച്ച് നമ്പേഴ്സിൻ്റെ കൂടെ നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ L B എന്നാട്ട് എഴുതിയിട്ടുള്ളത്. L നീളമാണ്,
ബി വീതിയാണ് കേട്ടോ. അപ്പോൾ അത് മക്കൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തായിരുന്നു ഏരിയയുടെ ഇക്വേഷൻ? എൽ ഇൻറ്റു ബി അല്ലേ? സിമ്പിളാണ്. അപ്പം നമുക്കിവിടെ ഒരു ചതുരത്തിൻ്റെ 2 വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, 2 ഭാഗങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നീളം 6ഉം വീതി 3ഉം ആണല്ലേ. 6 ഇൻറ്റു 3 18. അടുത്തതോ 12 ഇൻറ്റു 5. ഓരോന്നിൻ്റെതും അങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്രയാ? 60 60. പിന്നെയോ 10 ഇൻറ്റു 10 എത്രയാ? 100 100 ആണ്. പിന്നെ 8 ഇൻറ്റു 5 എത്രയാ? 40. പിന്നെയോ 11 ഇൻറ്റു 7 എത്രയാണ്? 77. ഓക്കെ അല്ലേ? ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് പരപ്പളവും ചുറ്റളവും തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് റെക്റ്റാങ്കിൾ അല്ലേ, ചതുരം വരയ്ക്കാനാണ്. പരപ്പളവ് എന്ന് പറയുമ്പോൾ ഏരിയ, ചുറ്റളവ് എന്ന് പറയുമ്പം പെരിമീറ്റർ കേട്ടോ. ഇപ്പോൾ 2 ഭാഗം തന്നിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ മനസ്സിലങ്ങോട്ട് ഓർത്ത് വെക്കുക. പരപ്പളവ് എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി, അതായത് നീളം ഗുണിക്കണം വീതിയാണ് അല്ലേ. ഇപ്പോൾ 2 ഭാഗങ്ങൾ തമ്മിൽ ഗുണിച്ചതാണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവുക. ഇവിടെയോ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് കേട്ടോ. അങ്ങനെയാണ് ആ ഭാഗത്തുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റത്തെ ഏതാണ്? പരപ്പളവ് 12 12 ആണ്. ചുറ്റളവ് പെരിമീറ്റർ 14 14 ആണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 ഭാഗങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പം, നീളവും വീതിയും കൂടെ ഗുണിക്കുമ്പം ഇൻറ്റു ചെയ്യുമ്പം 12 ആണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ 4 ഭാഗം കൂടെ കൂട്ടുന്ന സമയത്ത് 14 ആണ്, 14 ആണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 12ൻ്റെ ഗുണിതങ്ങൾ ഒന്ന് നോക്കാം. 12 വരുന്ന ഗുണിതങ്ങൾ ഏതൊക്കെയാണ് ഉള്ളത്? 3 4 12 അല്ലേ. 6 2 12. അത് രണ്ടും അടുത്തടുത്ത് വരുന്നതാണ് അല്ലേ. അപ്പം 6 2 12 എഴുതിയാൽ മക്കൾ നോക്കിക്കേ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. റഫായിട്ട് വരയ്ക്കുകയാണ്. ഇവിടെ നീളം 6ഉം ഇവിടെ 2ഉം ആണ് എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയും 6 ആയിരിക്കും, ഇവിടെയും 2 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിക്കുന്ന സമയത്ത്, ഒരു നീളവും ഒരു വീതിയും കൂടെ ഗുണിക്കുന്ന സമയത്ത് 12 പരപ്പളവ് റെഡിയാണ്. പക്ഷേ ചുറ്റളവ് പെരിമീറ്ററും കൂടെ റെഡിയാണോ നോക്കണം. എത്രയാണ് ഇവിടെ? 14 ആണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 6 + 6 എത്രയാ? 12 ആണ്. 12 + 2 എത്രയാ? 14. 14 + 2 16 ആവുന്നുണ്ട്. അതായത് 6ൻ്റെ ഡബിളും 2ൻ്റെ ഡബിളും 12ഉം 4ഉം 16 ആവുന്നുണ്ട്. അപ്പോൾ അതല്ല അല്ലേ. വേറെ ഏതാണ് 12 വരുന്നത്? 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഏതാണുള്ളത്? 3 × 4 ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. നീളം 4, ഇവിടെയും 4, ഇവിടെ 3, ഇവിടെ 3. അപ്പോൾ 4 × 3 എത്രയാ ഏരിയ കാണാൻ? 4 × 3 12. അപ്പോൾ അത് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇനി ഇതും കൂടെ റെഡി ആവുന്നുണ്ടോ നോക്കണം. പെരിമീറ്ററും കൂടെ റെഡി ആവുന്നുണ്ടോ നോക്കണം. 4 + 4 എത്ര? 8 അല്ലേ. പിന്നെ 3 + 3 6. അപ്പം 8ഉം 6ഉം എത്രയാ? 14 ആണ്. അപ്പോൾ ഈ അളവിലാണ് നമ്മൾ ചതുരം വരയ്ക്കേണ്ടത് കേട്ടോ. ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത് ഏരിയ 12 തന്നെയാണ്, എന്നാൽ 16 ആണ് പെരിമീറ്റർ. അപ്പം നമ്മളിപ്പം വരച്ചു അല്ലേ. 12ൻ്റെ തന്നെ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ നമ്മളിപ്പം വരച്ചല്ലോ. 6 × 2 അല്ലേ. ഇവിടെ 2 അല്ല, 6, ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ നമ്മൾ വരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 × 2 ചെയ്യുന്ന സമയത്ത് 12 കിട്ടി. അതുപോലെ 6ൻ്റെ ഡബിളും 2ൻ്റെ ഡബിളും 4ഉം കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടി? 16 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെയും ശരിയാണ്. ഇത് രണ്ടും നമുക്ക് കിട്ടി. അടുത്തത് ഏരിയ തന്നിട്ടുള്ളത് 5ഉം പെരിമീറ്റർ തന്നിട്ടുള്ളത് 12ഉം ആണ്. അപ്പം 5 കിട്ടുന്നതാവുമ്പോൾ നമ്മൾ കുറേ മുന്നോട്ട് ചിന്തിക്കേണ്ടല്ലേ. 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനപ്പട്ടിക ഏതാണ്? ഇത്ര വലുപ്പത്തിലൊന്നും വരൂല കേട്ടോ നിങ്ങൾ വരയ്ക്കുമ്പോൾ. ഇവിടെ 5 ആണെങ്കിൽ 1 × 5 അല്ലേ. അതല്ല ഇപ്പോൾ 5 വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെയും 1, ഇവിടെ 5. അപ്പോൾ റെഡിയാണോ? 1 × 5 എത്രയാ? 5 ആണ്. 1 ഗുണിക്കണം 5 5 ആണ്. പിന്നെ 4 ഭാഗം കൂടെ കൂട്ടുന്ന സമയത്ത് 5 + 5 10, 10 × 1 11, 11 × 1 12. അപ്പം ഇവിടെയും റെഡി. ഓക്കെ അല്ലേ.
അടുത്തൊരു ചോദ്യം 125 ഗുണിക്കണം 8000 ആണെങ്കിൽ അല്ലേ 1000 ആണെങ്കിൽ 125 125 ഇൻറ്റു 24 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ നമുക്കൊരു ബുദ്ധി വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് എഴുതാൻ പറ്റും കേട്ടോ. 125നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 1000 ആണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നമുക്ക് എന്താ ഇത് മാറിയിട്ടുള്ളത്? 24 ആണ് മാറിയിട്ടുള്ളത്. അപ്പോൾ 8ൻ്റെ എത്ര മൾട്ടിപ്പിൾ ആണ് 24? 8 2 8 14 3 8 അല്ലേ? 3 ഇൻറ്റു 8 ആണ് എന്ത് 24 എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 ഇതിനെ കൊണ്ട് ഗുണിച്ചാൽ പോരെ? 1000 ഇൻറ്റു 3 ചെയ്താൽ പോരെ? അപ്പം നമുക്ക് എത്ര കിട്ടും? 3000 എന്ന് കിട്ടും. ഉത്തരം ഒക്കെ മനസ്സിലായോ? ഇതിൻ്റെ എത്ര ഇൻറ്റു ആണ് ഇത് നോക്കുക. അപ്പോൾ 3 ആണ്. 3 കൊണ്ട് ഗുണിക്കുന്ന സമയത്താണ് 24 കിട്ടുന്നത്. അപ്പോൾ ഉത്തരത്തെ നമുക്ക് 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 1000നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3000 ആണ് കിട്ടുന്നത്. ഇനി ഇത് മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. മാത്സിൽ ഉത്തരം കിട്ടുന്നതിനാണ് പ്രാധാന്യം കേട്ടോ. നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നല്ല, ഉത്തരത്തിലേക്ക് എത്തുന്നതിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഗുണിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മക്കൾ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഇപ്പോഴും അറിയാത്ത മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇവിടെയുള്ള ഈ ഒരു സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യുക. എത്രയാ? 4 ഇൻറ്റു 5 എത്രയാണ്? 4 5 20. ബാക്കി നമ്മൾ ഇവിടെയാണ് കേട്ടോ എഴുതേണ്ടത്. 20ന് ബാക്കി 2 ഉണ്ടാവും അല്ലേ? 2 ഉണ്ടാവും. ഇനി നമ്മൾ ഈ സംഖ്യ കൊണ്ട് ഗുണിച്ചു. ഇനി ഇതിനെ ഇതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്. 4 2 4 ഇൻറ്റു 2 എത്രയാ? 8 ആണ്. 8നെ 2 പ്ലസ് ചെയ്യുക. ബാക്കിയുള്ളത് നമ്മൾ അവിടെ പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പം 10 ആണ്. 10 എഴുതുമ്പോൾ ഫസ്റ്റ് വൺസിൻ്റെ സ്ഥാനത്തുള്ള ഇവിടെ എഴുതുക. ബാക്കി നമുക്ക് ഇവിടെ 1 അല്ലേ 10ൽ ഉണ്ടാവുക. ഇനി നമ്മൾ ഈ 4നെ ലാസ്റ്റ് സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആദ്യം ഇതുകൊണ്ട് അത് ഈ ഒരു സംഖ്യയെ ബേക്കൗട്ട് 3 സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 ഇൻറ്റു 1 4 1 എത്രയാ? 4 4 1 5. അപ്പോൾ അതിൻ്റെ താഴെ 5 എഴുതുക അല്ലേ? 5 എഴുതുക. ഇനിയാണ് നമ്മൾ ഈ ഒരു സംഖ്യ എടുക്കേണ്ടത് കേട്ടോ. ഇനി ഈ സംഖ്യയെ ഫസ്റ്റ് ഇതിനെ കൊണ്ട് ഗുണിക്കാം, ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു 5 എത്രയാ? 10 ആണ്. അപ്പോൾ നമ്മൾ എവിടെ എഴുതേണ്ടത്? 2ൻ്റെ താഴെയാണ് എഴുതേണ്ടത് കേട്ടോ. 10. അപ്പോൾ ഇവിടെ 0. ബാക്കി എത്രയാണ്? 1 ഉണ്ട് അല്ലേ? പിന്നെ 2 ഇൻറ്റു 2 എത്രയാ? 4 ആണ്. 4 പ്ലസ് 5 5 ആണ്. ഇനി 2 ഇൻറ്റു 1 എത്രയാ? ബേക്കോട്ട് 2. ഇവിടെ പിന്നെ എഴുതാൻ സ്ഥലമില്ലല്ലോ, ബേക്കോട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഉത്തരങ്ങൾ മൊത്തം മാറുവേ, അത് ശ്രദ്ധിക്കുക. 0 ഇറക്കി എഴുതുക. 0 പ്ലസ് 0 5 പ്ലസ് 5 10. ബാക്കി 1 പ്ലസ് 2 3000. ഇതുപോലെ ഇൻറ്റു ചെയ്ത് നോക്കിയാലും മതി. ഇവിടെ എഴുതുന്ന കാര്യം മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതുകൊണ്ടാണോ ചെയ്യുന്നത് അതിൻ്റെ താഴെ പിന്നെ അതിനെ ബേക്കോട്ട് ഇട്ടിട്ട് വേണം കേട്ടോ പോവാൻ. മനസ്സിലായോ? നെക്സ്റ്റ് ഡിവൈഡ് ചെയ്യാനുള്ളൊരു ചോദ്യമാണ് കേട്ടോ. 900നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 300 അല്ലേ? 900നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 300. അങ്ങനെയെങ്കിൽ 900നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 900നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു നമ്പറും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. എന്താ അത്? 3 ഇൻറ്റു 5 അല്ലേ? 3 ഇൻറ്റു 5 ആണ് 15 അല്ലേ? 3 ഇൻറ്റു 5 ആണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 300 കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇതും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 5 അല്ലേ? അപ്പോൾ ഈ 300നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ? 300നെ 300 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? ഇതെടുക്കുക. നമ്മൾ എളുപ്പത്തിന് ചെയ്യേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഫസ്റ്റ് 2 നമ്പർ എടുക്കുക. എത്ര 5 ആണ്? 36 അല്ലേ? ബാക്കി ഈ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 60 ആണ് 900 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുമ്പോൾ കിട്ടുക. ഇനി മക്കൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ നേരെ അങ്ങോട്ട് ചെയ്ത് നോക്കുക. 900 ഡിവൈഡഡ് ബൈ 15.
എത്ര 15 9ൽ പോവില്ല, അപ്പം 90ൽ എടുക്കുക. എത്ര 15 ആണ് 90, എത്ര 15 ആണ് 90? ഒരു 15, 2 15 30, 3 15 45, 4 15 60, 5 15 75, 6 15 90. 90 6 × 15 ആണ് 90. പിന്നെ ഇവിടെ ഒരു 0, ആ 0 മേൽക്ക് എഴുതാം. അപ്പോൾ എത്രയാണ്? 60 ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത് കേട്ടോ. ഇതുപോലെയും ചെയ്യാം. ഇനി അതുപോലെ തന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്തെങ്കിലും ഒരു സാധനങ്ങൾ, ബിസ്ക്കറ്റോ അല്ലെ പേനയോ എന്തെങ്കിലും ഒന്ന് 90 സാധനങ്ങൾ 15 കുട്ടികൾക്കോ അല്ല ആളുകൾക്കോ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാവുമെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 90 ഡിവൈഡഡ് ബൈ 15 അല്ലേ? എത്ര 15 ആണ് 90, എത്ര 15 ആണ് 90? 6 6 15 90. അപ്പോൾ എത്ര കുട്ടികൾക്കാണ്? 6 ആളുകൾക്ക് വീതിക്കാം. ഇനി 120 എണ്ണം 120 40 ആണെങ്കിലോ? നമുക്കിങ്ങനെ എളുപ്പത്തിൽ ചെയ്യാനുള്ളതൊക്കെ നമുക്കറിയാം. അങ്ങനെ ചെയ്യുന്നോ? എന്താ 4ൽ ഇതാ 15ൽ 12ൽ എത്ര 4 ഉണ്ട്? 3. ഇനി 0 വെട്ടി 0 വെട്ടി, അപ്പോൾ ഒരാൾക്ക് എത്രയാ? 3. ഓക്കെ. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതാ മായ്ച്ചിട്ട് 120 ഡിവൈഡഡ് ബൈ 40 ആണെങ്കിൽ ഈ 0 വിട്ടുക, ഈ 0 വിട്ടുക. അതിനുശേഷം 4ൽ അല്ലേ 12ൽ എത്ര 4 ഉണ്ട് നോക്കിയാൽ 3 കിട്ടും അല്ലേ? ഇനി അങ്ങനൊന്നും പറ്റുന്നില്ലെങ്കിൽ 120 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ 40 എത്ര എണ്ണം പോകൂ? നമുക്ക് ഒരു 40, പിന്നെ 2 എണ്ണം ആകുമ്പോൾ എത്രയായി? 80, 3 എണ്ണം ആകുമ്പോൾ 120 അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് എളുപ്പം. നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ചെയ്യാം കേട്ടോ. ഇനി അതുപോലെ തന്നെ 50 ഡിവൈഡഡ് ബൈ 5 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കുട്ടികൾക്കാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 5. അപ്പോൾ എത്രയാ? 1 ഈ 0 10 അല്ലേ? ഓക്കെ അല്ലേ? 10 × 5 ആണ് എന്ത്? 50. അങ്ങനെയും നോക്കാം. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ബെഞ്ചിൻ്റെ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ ആൻഡ് 90 സെൻറ്റിമീറ്റർ ആണ്. അത് ഫ്രാക്ഷനിൽ എഴുതാൻ പറയുകയാണ്, ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്ത്? 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതവിടെ മനസ്സിലാക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 മീറ്റർ 90 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാം? 1 പിന്നെ ഇവിടെ 90 ബൈ 100 മീറ്റർ. ഇങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം. ഇനി നമ്മളോട് ചോദിക്കുകയാണ് എന്ത്? അതിൻ്റെ ഈ ലെങ്ത്ത്, ഇതിൻ്റെ ലെങ്ത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പിന്നെ ബെഞ്ചിൻ്റെ ലെങ്ത്താണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 1.9 മീറ്ററിനോ അല്ലെങ്കിൽ 90 മീറ്ററിനോ എഴുതാം. ലെങ്ത്ത് ചോദിക്കുകയാണ്, ഫ്രാക്ഷനിലല്ലാതെ തന്നെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 1.90 മീറ്റർ എന്ന് എഴുതാം. ഇനി നമ്മളോട് ചോദിക്കുന്നത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് അറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 1 മീറ്റർ എന്തായി? 100 സെൻറ്റിമീറ്റർ ആണ്. പ്ലസ് 90 എത്രയായി? 190 അല്ലേ? 190 സെൻറ്റിമീറ്റർ ആണ് എന്ത് വരിക? സെൻറ്റിമീറ്ററിൽ എഴുതുന്ന സമയത്ത് ആ ഒരു ബെഞ്ചിൻ്റെ നീളം വരിക കേട്ടോ. എന്ത് സംഭവത്തിൻ്റെ ആയാലും ഫ്രാക്ഷനിൽ എഴുതാൻ പറയുമ്പോൾ ഈ ഒരു സംഭവം ഓർത്ത് വെക്കുക, നീളങ്ങൾ. അതിനുശേഷം ഫ്രാക്ഷനിൽ എഴുതാൻ പറയുന്ന സമയത്ത് ബൈ 100 ഇട്ട് കൊടുക്കുക കേട്ടോ. 190 ബൈ 100. ഇനി അത് നേരെ ലെങ്ത്ത് കാണാനാണെങ്കിൽ ഇത് നേരെ അങ്ങ് പോയിൻ്റ് ഇട്ടിട്ട് മീറ്റർ എഴുതിയാൽ മതി. പിന്നെന്താണ്? സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഇത് 100 ആണ്, 100 ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് അതിനോട് എത്ര സെൻറ്റിമീറ്റർ ആണോ അത് പ്ലസ് ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ.